PV അൻവറിന് ജാമ്യം ലഭിച്ചു. ജയിലിൽ നിന്ന് പുറത്തേക്ക് വരികയാണ് PV അൻവർ. നിലമ്പൂർ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ഈ ഒരു ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കസ്റ്റഡി അപേക്ഷ തള്ളിക്കൊണ്ട് പറഞ്ഞിരുന്നതാണ്. അതെ, ജാമ്യം കിട്ടാവുന്ന കേസിൽ എന്തിനാണ് ഇങ്ങനെ വീട് വളഞ്ഞ് അറസ്റ്റ് ചെയ്ത നാടകം? മാത്രമല്ല, ഈ സർക്കാർ അൻവർ പോര് തുടരുന്ന സാഹചര്യത്തിൽ വീട് വളഞ്ഞിട്ട് ഇത്തരം അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്നലെ രാത്രി വളരെ വലിയൊരു ബ്രേക്കിംഗ് ആയിരുന്നു നമുക്ക്. പക്ഷേ ഇന്ന് 10 മണിക്കാണ് അദ്ദേഹം ജാമ്യാപേക്ഷ. അരുൺ ജാമ്യം കിട്ടിയിരിക്കുന്നു. വിവരങ്ങൾ വളരെ പെട്ടെന്ന്. കൃഷ്ണരാജ്, തീർച്ചയായും അൻവറിന് അങ്ങനെ ജാമ്യം ലഭിച്ചിരിക്കുന്നു. സർക്കാരിന് വീണ്ടും ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഈ അൻവർ സർക്കാർ പോരിൽ, അല്ലെങ്കിൽ മുഖ്യമന്ത്രി അൻവർ പോരിൽ വീണ്ടും ഒരു തിരിച്ചടിയായി മാറിയിരിക്കുന്നു ഇത് എന്നുള്ളതാണ്. നിലമ്പൂരിലെ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. പ്രധാനമായും അൻവറിൻ്റെ അഭിഭാഷകർ കോടതിക്ക് മുൻപാകെ പറഞ്ഞത് ഇതൊരു രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള കേസാണ് എന്നുള്ളതാണ്. ഒരു ജനപ്രതിനിധി എന്ന നിലയ്ക്ക് ഒരു കാട്ടാന ഒരു വനവാസിയെ ആക്രമിച്ചതുമായി ബന്ധപ്പെട്ടൊരു വിഷയമുണ്ടാകുന്നു. ആ വിഷയത്തിൽ ഒരു പ്രകടനം നടത്തുന്നു. ആ പ്രകടന സമയത്ത് ഈ വനംവകുപ്പിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുന്നു. ആ വനംവകുപ്പിൻ്റെ ഓഫീസിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ടും പ്രതിഷേധങ്ങളും മറ്റുമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെ ഇത്തരത്തിൽ ഉദ്യോഗസ്ഥർക്ക് നേരെയോ അല്ലെങ്കിൽ ഈ ഓഫീസിനകത്തേക്കൊക്കെ പ്രതിഷേധക്കാർ ഇരമ്പി കയറുന്ന ഒരു സ്വാഭാവികമായിട്ടുള്ള നടപടിയാണ്. ആ നടപടിയിലാണ് അൻവറിനെ ഇത്തരത്തിൽ കേസിൽ കുടുക്കിയത് എന്നുള്ളതാണ് പ്രധാനമായിട്ടും ഈ അൻവറിൻ്റെ അഭിഭാഷകൻ പറഞ്ഞത്. അതുമാത്രമല്ല, കൃത്യം ഒരു 12:30 തന്നെ കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. 4 പേരെയോളം കസ്റ്റഡിയിൽ എടുക്കുന്നുണ്ട്. പക്ഷേ FIR ഇട്ടപ്പോൾ 6:30 FIR ഇട്ടപ്പോൾ FIRൽ ആരുടെയും പേര് കാണാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അൻവറിനെ മാത്രം ലക്ഷ്യം വെച്ചുകൊണ്ടുള്ളൊരു കേസാണ് ഇത് എന്നുള്ളതാണ്. അൻവർ എപ്പോൾ വേണമെങ്കിലും ഹാജരാവാൻ തയ്യാറാണ്. എവിടെയും ഒളിവിൽ പോവുകയോ മറ്റോ ഒന്നും ചെയ്തിട്ടില്ല എന്നിരിക്കെ ഇങ്ങനെ ധൃതി പിടിച്ച ഒരു അറസ്റ്റ്, അത് വീട് വളഞ്ഞുകൊണ്ടൊക്കെയുള്ള അറസ്റ്റ്, ഒരു നിയമസഭാ സാമാജികനാണെന്നിരിക്കെ എവിടെയും ഒളിവിൽ പോകാൻ സാധ്യതയില്ലാത്തൊരു വ്യക്തിത്വമാണെന്നിരിക്കെ ഇങ്ങനെ ഒരു അറസ്റ്റ് എന്തിനായിരുന്നു എന്നുള്ളതാണ് പ്രധാനമായിട്ടും അൻവറിൻ്റെ അഭിഭാഷകൻ കോടതിയിൽ ചോദിച്ചത്. അതിനൊപ്പം തന്നെ ഈ അൻവറിൻ്റെ അടുത്ത ദിവസം നിയമസഭ ചേരാൻ പോകുന്നു. ആ സമയത്ത് ഈ വനംവകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഉൾപ്പെടെ കൃത്യമായി ചോദ്യങ്ങൾ ചോദിക്കുന്നതിന് വേണ്ടി നിൽക്കുകയായിരുന്നു അൻവർ. ആ സമയത്ത് ഇങ്ങനെയൊരു അറസ്റ്റ് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതും കൃത്യമായിട്ട് തന്നെ പറയുന്നു എന്നുള്ളതാണ്. ഏതായാലും DMK പ്രവർത്തകർ ഇപ്പോൾ കോടതി പരിസരത്തുണ്ട്. DMK കോർഡിനേറ്ററാണ്. എങ്ങനെയാണ് ഈ ഒരു ജാമ്യത്തെ കാണുന്നത്? കോടതി വിധി സ്വാഗതാർഹമാണ്. ശരി അരുണാലത്തൂർ, ഇന്നലെ തന്നെ PV അൻവർ പറഞ്ഞിരുന്നതാണ് പുറത്തിറങ്ങിയാൽ നമുക്ക് കാണാം എന്ന വെല്ലുവിളിച്ചാണ് അകത്തേക്ക് പോയത്. സ്വാഭാവികമായും ഈ ആശ്വാസ വാർത്ത അവർ ആഘോഷമാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അരുണാലത്തൂരാണ് വിവരങ്ങൾ നൽകിയത്.